വരുന്നു ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വെണ്ടയ്ക്ക പക്കോറാസ്. ഈസിയാണ്, ടേസ്റ്റിയാണ്. വെൽക്കം ടു റെനസ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക പക്കോറയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ആദ്യം ഒരു 100 ഗ്രാം വെണ്ടയ്ക്കയുണ്ട് അരിഞ്ഞത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു വലിയൊരു സവോള ഇടുന്നുണ്ട്, അത് നീളനെ അരിഞ്ഞത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഹോളായിട്ടാണ് കേട്ടോ, പേസ്റ്റ് അല്ല, ഇങ്ങനെ ചതച്ചിട്ടേക്കാണ്. കശ്മീരി മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ, അത് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ പെരിഞ്ജീരകവും നല്ല ജീരകവും വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള പൊടിയാണ്, അതൊരു ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഗരം മസാല, അതൊരു ടീസ്പൂൺ. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിയില, വേപ്പിൻ്റെ ഇല, പച്ചമുളക്. ഈ പച്ചമുളക് കൂടുതലുണ്ട്, നമ്മൾ മുളക് പൊടി കുറവായിട്ടേക്കുന്നത്. പച്ചമുളക് ഒരു 4-5 എണ്ണം അരിഞ്ഞതുണ്ട് കേട്ടോ. ഇനി അതും കൂടി ആഡ് ചെയ്യാം. ഇനി നല്ലോണം തിരുമ്പി കൊടുക്കണം കേട്ടോ, അപ്പോൾ ഈ മസാലകൾ ഈ വെണ്ടയ്ക്കയിൽ പിടിക്കുകയും ചെയ്യും. ഇപ്പോൾ സബോളയിലത്തെ വെള്ളവും വെണ്ടയ്ക്കയുടെ ചെറിയ വെറ്റ്നസ്സും എല്ലാം അതിലുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കടലമാവ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്, അതൊന്ന് വിതറി കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടി, അല്ലെങ്കിൽ കോൺഫ്ലവർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ, മൈദയും യൂസ് ചെയ്യാം. ഞാനത് 2 ഒഴിവാക്കി അരിപ്പൊടി ഇട്ടേക്കുന്നത്. ഇനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പിടാം. അതുപോലെ 1 ടീസ്പൂൺ ലൈം ജ്യൂസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് ഇതെല്ലാം അതിൽ കൂട്ടാവും കേട്ടോ, വെണ്ടയ്ക്കയിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിൽ കുറേശ്ശെ വെള്ളം കേട്ടോ, അധികം വെള്ളം ആഡ് ചെയ്യുന്നില്ല, കുറേശ്ശെ വെള്ളം ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് സെറ്റാവട്ടെ, അപ്പോഴേക്കും നമുക്ക് നമ്മുടെ എണ്ണ ചൂടാക്കാം കേട്ടോ. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം, വറുക്കാനുള്ള ഓയിൽ എടുക്കാം. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് ഇങ്ങനെ കൈ കൊണ്ട് എടുത്തിടാം. നമ്മൾ കൂടുതൽ ഇടുന്നില്ല കേട്ടോ, കുറേശ്ശെ എടുത്ത് ചെയ്യാം. അല്ലെങ്കിൽ കുറേ എണ്ണ എടുത്ത് ഒരുമിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിലിപ്പോൾ നമ്മൾ കുറേശ്ശെ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇത് ഒന്ന് സെറ്റാവണവരേക്കും ഇളക്കാതെ ഇരിക്കുക. അല്ല, അത് ഇട്ട് പക്ഷേ ഇളക്കി അതെല്ലാം സ്പ്ലിറ്റായിപ്പോകും. അതുകൊണ്ടാണ് ഒന്ന് സെറ്റായതിന് ശേഷം മറിച്ചിടാം കേട്ടോ. നമ്മൾ വെണ്ടയ്ക്ക കനം കുറഞ്ഞ് അരിഞ്ഞ കാരണം പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. പിന്നെ അതിൽ കടലമാവും അരിപ്പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് അത് നല്ല ക്രിസ്പി ആയിട്ട് വരും. ഞാൻ സ്പൂൺ കൊണ്ട് ഇടാം കേട്ടോ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ സബോള മാത്രം ചെയ്യുന്നതല്ലേ, ഇത് വെണ്ടയ്ക്കയും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇനി ഗ്രീൻ ചട്നിയാണ് ഏറ്റവും നല്ലത്. ഹോട്ടായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും വേണ്ട, ഇത് മാത്രം മതി. ഇതും ഒരു നല്ലൊരു കട്ടൻ ചായ അടിപൊളി. എപ്പോഴും വെണ്ടയ്ക്ക അരിയുമ്പോൾ അതിൻ്റെ കഴുകി കഴിഞ്ഞാൽ അത് ഒന്ന് നല്ലോണം തുടച്ചെടുത്തതിന് ശേഷം അരിയാൻ തുടങ്ങിയാൽ മതി. നമ്മളിങ്ങനെ കുറേ നേരം ചെയ്യുമ്പോൾ എണ്ണ ചൂടാവും. അപ്പോൾ ഒന്ന് കുറച്ച് നേരം ഒന്ന് കുറച്ച് വെച്ചിട്ട് പിന്നെ സ്റ്റീം അരിയാക്കിയാൽ മതി കേട്ടോ. അതിന് പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിയാൻ മാത്രമല്ല ഇത് വേവില്ല. ഇതിൻ്റെ ഷേപ്സ് പിന്നെ വേണമെങ്കിൽ നമുക്കിങ്ങനെ വെറുതെ കൈ കൊണ്ട് ഇങ്ങനെ എടുത്ത് ഉതിരി ഇടാം, അല്ലെങ്കിൽ നമുക്ക് റൗണ്ട് ഷേപ്സ് ആക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ പക്കോറാസും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പക്കോറാസ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വെണ്ടയ്ക്ക പക്കോറാസ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുക്ക് വിത്ത് ലവ് ആൻഡ് കെയർ. ബൈ, ടേക്ക് കെയർ.